എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മോളിയാണ്. അപ്പോൾ ഒട്ടുമിക്ക വീടുകളിൽ നമ്മൾ മീൻകറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മീൻകറിയിൽ തന്നെ ഫിഷ് മോളി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കുന്ന ഒരു 1/2 കിലോ നെയ്മീനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ വെള്ളം കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ പീസുകളാണ് ആക്കിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവോള, ഒരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, ഇവയെല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, 12 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു നാരങ്ങ, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അതിനകത്തേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ശകലം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ശകലം നാരങ്ങയും കൂടെ, ഒരു നാരങ്ങയുടെ ഹാഫ് മതിയാവും. അപ്പോൾ നമ്മുടെ മീനിലൊക്കെ മസാല പിടിച്ചൊരു ചെറിയൊരു പുളിരസം കൊണ്ട് നമുക്ക് കിട്ടും. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ഡ്രൈ ആയിട്ടായിരിക്കുന്ന ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊരു പേസ്റ്റ് രീതിയിലായിട്ടുണ്ട്. ഇത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, ഇങ്ങനെ ഓരോ കഷ്ണത്തിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണത്തിലും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. അപ്പോൾ ഓരോ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ അധികം അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് ഫ്രൈ മതി. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റും കൂടും, പിന്നെ നമ്മുടെ മീൻ അങ്ങനെ ഉടഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കഷ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ഫ്രൈ മതി, അധികം ഫ്രൈ ആവണ്ട. അപ്പോൾ നമ്മൾ ഉണ്ടോ തിരിച്ചിട്ട് കൊടുത്തു. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. നമുക്കിതിന് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിയെടുക്കാം. നമ്മളൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇത് റെഡിയാക്കാൻ വേണ്ടിയുള്ള മസാല റെഡിയാക്കണം. നമ്മളൊരു മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രാമ്പും കറുവപ്പട്ടയും ഒരു ചെറിയ കഷ്ണം തക്കോലം കൂടെ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പും അധികം വേണ്ട, ഇപ്പോൾ ഒരു 5 കഷ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ ചെറിയ കഷ്ണം കറുവപ്പട്ടയും, പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അപ്പോൾ ഞാൻ പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. നമ്മൾ കാരണം ഇനി ഇതിൽ അങ്ങനെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഈ ഫിഷ് മോളിക്ക് സവോള നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സവോള അങ്ങനെ അധികം ഡ്രൈ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മീൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, ഈ ഒരു പരുവെത്തിയാൽ മതി, അധികം അങ്ങ് ബ്രൗൺ കളറായി ആവശ്യമില്ല. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട്. അത് നമ്മളിൽ മുളക് പൊടി ഇടുന്നില്ലല്ലോ, ഇത്രയും മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അധികം അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ട് മൂക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഉണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അന്നേരം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, സവോളയൊക്കെ അതിനകത്ത് കിടന്നിട്ടുണ്ടോ, അധികം ഡ്രൈ ഫ്രൈ ആയിട്ടില്ല സവോള. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സവോള നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും മീനിൻ്റെ കൂടെ, കഷ്ണത്തിൻ്റെ കൂടെ. നമുക്കിതും തിളയ്ക്കണം. നമുക്കതിന് മുമ്പ് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്.
ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. മീൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, ഇതിൽ ഉപ്പുണ്ടോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. അത് ഉപ്പ് വെള്ളമല്ലോ കഷ്ണം കൂടെ ഇട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ ചാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം ഹാർഡായിട്ട് ഇളക്കരുത്, മീൻ പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്, മീൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. തവി വെച്ചിനി ഇളക്കരുത്. ഉണ്ടോ, നമ്മൾ വെന്ത മീനാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. തിളച്ചിട്ടുണ്ട്, തക്കാളിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ പാകത്തിനാണ്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ മതി. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തി, അപ്പം, ചോറ് എന്തിൻ്റെ കൂടെ ആയാലും നല്ല സ്വാദിഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. താങ്ക്